കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും പ്രകാശനും ഭാനുമതി മുത്തശ്ശിയും കൂടെ പരസ്പരം കാണുവാണ്. പിന്നീട് പ്രകാശം വെല്ലുവിളിക്കുന്നുണ്ട് കല്യാണിയും കിരണെ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് കല്യാണി കിരണു എന്നെ ചിരിയാണ് വന്നേ. കാരണം ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് പ്രകാശിനെയും വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രകാശം പറഞ്ഞു, നീ കാണൂടാ, എന്റെ മഹാലക്ഷ്മിയുടെ കല്യാണം നടക്കുന്ന നീ ഇവളും കൂടെ കാണൂന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, എന്താ കല്യാണി, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ദേ ഇയാളെ പോലുള്ള ഒരുത്തനെ എങ്ങനെ ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാകത്തെ, കാർത്തികയുടെ അമ്മയ്ക്ക്. ഇത് കേട്ടതും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എന്റെ മോന് എന്താണ് ഒരു കുഴപ്പം, കണ്ടില്ലേ അവൻ നല്ല ഇതേ തലയെടുപ്പോട് കൂടിയല്ല നിൽക്കുന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അതെ അതെ ഭയങ്കര തലയെടുപ്പാന്ന് പറയണം. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എന്റെ രണ്ട് ആമ്പിള്ളേരും നല്ല കൊമ്പന്മാരാന്ന് പറയണം. ആ അതെ അതെ കൊമ്പന്മാരാ, ഒരു കൊമ്പില്ലാത്തതിന്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ടെന്ന് പറയണം. നീ അത്ര കളിയാക്കൊന്നും വേണ്ടി എന്ന് പ്രകാശം പറയാണ്. ഈ സമയം കിരൺ പറഞ്ഞു, അത് ശരിയാ കൊമ്പന്മാരൊക്കെ തന്നെയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടും ഭാനുമതി ഉദ്ദേശിച്ചു, നീ എന്താടാ കളിയാക്കുവാണെന്ന് ചോദിക്കാണ്. നീ കളിയാക്കൊന്നും വേണ്ട, നിന്റെ പെങ്ങളുണ്ടല്ലോ ആ സോണി എന്റെ കൊച്ചുമാന്റെ സൗന്ദര്യം കണ്ടിട്ടാ അവനെ വളച്ചെടുത്ത്. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അതെ അതെ വളച്ചെടുത്ത് തന്നെയാന്ന് പറയണ. പ്രകാശം പറഞ്ഞു, എന്താടി സംശയിക്കണേ, എന്റെ മോനെ വളച്ചെടുത്ത് തന്നെയാ. പിന്നീടോ അവള് പുറത്ത് പറയാൻ പറ്റാത്ത ആ കാര്യം കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയില്ലേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നാണക്കേടായി കഴിഞ്ഞപ്പോ അവസാനം എല്ലാം നടന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിരമൺ, ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യമല്ലടാ, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി, അവളുടെ കയ്യിലിപ്പ് ശരിയല്ലായിരുന്നു. ഇപ്പൊ ആണ്ടെ ഒരു രണ്ടാം മാരേജ് ഒരു അമേരിക്കക്കാരനെ കൊണ്ട് അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിരിക്കുന്നു. നാണം ഉണ്ടോടാന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, നിങ്ങൾ അതേ സന്തോഷിക്കൊന്നും വേണ്ട. നിങ്ങൾ സന്തോഷിച്ചോണ്ടിരിക്കുന്നത് എന്താന്ന് എനിക്കറിയാം. ഉടനെ കല്യാണം നടക്കുമെന്ന് ഓർത്തോണ്ടാ. പക്ഷെ നടക്കാൻ പോണില്ല, അറിയാലോ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ അകത്താവും. ഇനിയിപ്പോ അധികം വൈകാതെ നിങ്ങൾക്ക് കോടതി കയറി ഇറങ്ങാന്ന് പ്രകാശനോട് പറയാം. കാരണം എന്താണെന്നറിയാവോ, നിങ്ങൾ ആദ്യ വിവാഹം മറച്ചു വെച്ചിട്ടാണ് വീണ്ടും ഇതേ കല്യാണിന്റെ അമ്മേനെ കല്യാണം കഴിച്ചത്. അങ്ങനെ 10-25 വർഷക്കാലം ഇതേ ആ കല്യാണം കഴിച്ച വിവരം മറച്ചു വെച്ചല്ലേ ഒന്നിച്ച് ജീവിച്ചതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ട് പ്രകാശം പറഞ്ഞു, എടാ അതിനൊരു കുഴപ്പമില്ലടാ, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയതല്ലേ, ഇനി ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയണം. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. പക്ഷെ എങ്കിലുണ്ടല്ലോ കോടതി കേസ് ചെല്ലുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ആദ്യം ഒരു കല്യാണം കഴിച്ചു, അതിനുശേഷം അതൊന്നും പറയാതെ പുറത്തു പറയാതെ വേറൊരു കല്യാണം കഴിച്ചു, പിന്നെ വേറൊരു കല്യാണം കൂടെ കഴിക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് വലിയ ക്രിമിനൽ കുറ്റമാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അധികം വൈകാതെ തന്നെ നിങ്ങൾ ജയിലിലാവെന്ന് പറയണം. ഇത് കേട്ടതും പ്രകാശിന്റെ ഒരു ഞെട്ടുണ്ടായി. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. പ്രകാശം പറയും, ഒന്ന് പോടാ അവിടുന്ന്, അവൻ വലിയൊരു കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നു, എന്ത് ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അറിയാന്ന് പറയണം. കിരൺ പറഞ്ഞു, കല്യാണി ഇയാളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് എന്താണെങ്കിലും നേരെ തന്നെ എല്ലാ കാഴ്ചകളെല്ലാം കണ്ടു മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് അവരും കൂടെ തിരിയുമ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, ചെന്ന് പറഞ്ഞേരെ നിന്റെ ആ പാഴമ്മയോട് എന്ന് പറഞ്ഞൊരു കല്യാണ്ട് പറയണ. ഒരു പാഴില്ലേ ആ ദീപയോടും പിന്നെ നിന്റെ ഒരു ചേച്ചിയില്ലേ കാദംബരിയോടും എല്ലാവരോടും പറഞ്ഞേരെ എന്റെ കല്യാണം കൂടാൻ വന്നേക്കാനിട്ട് ഉടനെ എന്നെ കല്യാണം കാണൂന്ന്. ഇത് കേട്ടത് കിരൺ പറഞ്ഞു, ആണോ, സന്തോഷമുണ്ട് കേട്ടോ, കല്യാണം കൂടാൻ ഞങ്ങൾ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രകാശിനെ വെല്ലുവിളിച്ചിട്ടാണ് അവരും അങ്ങോട്ട് അകത്തേക്ക് കയറി പോണേ. ഈ സമയം സരുവിന്റെ മുറിയിൽ കുഞ്ഞിനെയൊക്കെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് മനോഹർ. ദൈവമേ, താനാണെങ്കിൽ സാധാരണ ഇത് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടുന്ന് മുങ്ങുന്ന, ഗർഭിണിയും കൂടെ ആയെന്ന് പറഞ്ഞാൽ പിന്നെ ഒട്ടും അവിടെ നിൽക്കത്തില്ല. കുഞ്ഞുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്നത്. എന്തൊരു വിധിയത്, ഇവിടെ നിന്നാണ് ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടുമില്ല. എന്തേലും കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഇല്ലാത്ത അവസ്ഥയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്തേലും വാങ്ങിച്ചോണ്ട് പോയാൻ പറ്റുള്ളൂ ഉടനെ തന്നെ. അടുത്ത മേച്ചിൽപ്പുറം തേടാൻ സമയമായി എന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം മനോഹർ. പെട്ടെന്ന് സരോജ്, എന്താ മനോട്ട് ആലോചിക്കണം നിൽക്കുക, ഒന്നുമില്ലാന്ന് പറയണേ. പിന്നീട് മനോഹർ നേരെ സരുവിന്റെ അടുത്തേക്കുന്നു. ഞാൻ ആലോചിച്ചേ മോളെ പറ്റി, എന്ത് പാവോ നമ്മുടെ മോളല്ലേ, നിന്നെ പോലെ തന്നെ എന്ത് ശാന്തതയാണെന്നറിയാന്ന് ചോദിക്കുക. അതെ ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു, ചെറുപ്പത്തില് മഹാവഴക്കാളിയായിരുന്ന രൂപാന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത്. കുസൃത്തരങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. വലുതായി കഴിഞ്ഞാലും അങ്ങനെ കുട്ടിക്കുറുമ്പുകളെല്ലാം ഉണ്ടായിരുന്നു പറയണം. ഇത് കേട്ടത് മനോഹർ നിനക്ക് അത്ര വലിയ കുസൃത്തരങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. അയ്യോ അത് ഇപ്പോഴൊരു കാര്യം എടുത്താൽ മനുവേട്ടാ, ഞാൻ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങൾ അമേരിക്കയിൽ പോകുന്നില്ലേ ചോദിക്കുന്നുണ്ട്. പോകുമ്പോൾ അമ്മേനെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്, അധികം താമസിപ്പിക്കലെന്നൊക്കെ അമ്മ പറഞ്ഞു പറയണം. ഇത് കേട്ടിപ്പം മനോഹർ പറഞ്ഞു, അതിനെന്താ കൊണ്ടുപോയേക്കാം. അല്ല മനുവേട്ട എനിക്കൊരു കാര്യം പറയണ്ട, എന്താ അമ്മേനെ ഇപ്പൊ കൊണ്ടുപോകണ്ടെന്ന് പറയാം. അതെന്താ, ഇപ്പൊ തൽക്കാലത്തേക്ക്
മോളും ഞാനും മനുവേട്ടനും മാത്രം മതി. നമ്മൾ സ്വന്തമായിട്ട് കുറച്ചാൾ ജീവിച്ചതിന് ശേഷം മാത്രം മതി അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരു 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയാൽ മതി എന്ന് പറയാം. അല്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞിനെ ആര് നോക്കും? അല്ല കുഞ്ഞിനെ നോക്കാൻ അവിടെ സെർവന്റ് കാണത്തില്ലേന്ന് ചോദിക്കുക. ഓ എന്റെ ദൈവമേ, അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല ആരാന്ന്. പെട്ടെന്ന് മനോഹർ പറഞ്ഞു, അല്ല മോളു അത് പിന്നെ ഉണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ അമേരിക്ക സെർവന്റ് ഒക്കെ ആയിരിക്കില്ലേ, അവർക്കിങ്ങനെ ഈ ഇവിടുത്തെ കുഞ്ഞിനൊന്നും എടുക്കാൻ അത്ര കാര്യമായിട്ട് വശമൊന്നും ഇല്ലായിരിക്കും എന്ന് പറയാം. അതുകൊണ്ട് ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോവാണെങ്കിൽ ഓ അങ്ങനെയാ, എന്നാലും കുഴപ്പമില്ല മനുവേട്ട, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സാരി ഇങ്ങനെ പറയുവാണ്. അതെങ്ങനെയാണോ, അമേരിക്കയിലോ ജപ്പാനിലോ കൊറിയയിലോ എവിടെ വേണേലും പോകണ്ട, നമുക്ക് സ്വപ്നം കാണുന്നതിന് ആർക്കും പൈസ കൊടുക്കേണ്ട കാര്യമില്ലോ, ഇവളോട് ഇത് പറയാൻ പറ്റത്തില്ലോ. അങ്ങനെയൊക്കെ ഒരുത്തൻ മനോഹർ ആ പടെ പെട്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് ശാരി ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. ക്ഷേത്രത്തിൽ തിരുമേനി വെച്ചു കുറെ നാളെയല്ലേ കണ്ടിട്ടെന്ന് പറയാണ്. ഏയ് ഇനി എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് പറയാം. എന്ത് പറ്റി, എന്തെങ്കിലും കാര്യസാധ്യത ഉണ്ടോന്ന് ചോദിക്കും. അങ്ങനൊന്നുമില്ല, നമ്മൾ ഒരിക്കലും എന്തെങ്കിലും കാര്യസാധ്യക്ക് മാത്രമായിരിക്കരുത് ക്ഷേത്രത്തിലൊക്കെ വരേണ്ടത്. നമുക്ക് സന്തോഷമുള്ളപ്പോഴും സങ്കടം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം നമ്മൾ ക്ഷേത്രത്തിൽ വരണമെന്ന് പറയാം. അത് പിന്നെ എൻ്റെ മോനും മരുമോൾക്കും വേണ്ടിയിട്ട് ഒരു പുഷ്പാഞ്ജലി പ്രത്യേക പൂജയെ കഴിപ്പിക്കണമെന്ന് പറയാം. എന്ത് പറ്റി, അവർ തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലേന്ന് ചോദിക്കും. അതെ, അങ്ങനെ ഇതുവരെയായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ട ഞാൻ പറഞ്ഞെന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേന്ന് ചോദിക്കുക. അങ്ങനെ തിരുമേനി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മനമൊരുങ്ങിന്ന് ശാരി പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ, മനോഹർ നല്ലവനായിരിക്കണേ, തൻ്റെ മരുമോനൊരു കുഴപ്പം ഉണ്ടായിരിക്കില്ലേ, താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ലേ, മനസ്സിൽ അവൻ കുഴപ്പക്കാരനൊന്നും ആയിരിക്കില്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനുമാണ് നിഷയുടെ അമ്മ വിലാസിനെയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. നിഷ പെട്ടെന്ന് വിലാസിനോട് പറഞ്ഞു, ദേ സരുവിൻ്റെ അമ്മ വരുന്നുണ്ടെന്ന് പറയണം. ദേ അമ്മ അവരോടൊന്നും പറയാൻ നിൽക്കില്ല, അറിയാലോ. കല്യാണി ചേച്ചി കിരണേട്ടൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളായിട്ടൊന്നും പറയാൻ പോകണ്ടെന്ന്. പിന്നീട് ശാരി ഇവരെ കണ്ടെന്ന്, ആഹാ ഇതാര് നിഷയോ, അല്ല കുറച്ച് ദിവസം അതിലെ കണ്ട്, കഴിഞ്ഞ ദിവസം കണ്ട് ശരിക്കും ഒന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. അല്ല മരുമോൻ അമേരിക്കയ്ക്ക് പോയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിലാസിനിക്ക് അടിമുടി പെരുത്തേറി. മരുമോൻ അമേരിക്കയ്ക്കല്ല എവിടെ വേണമെങ്കിലും പോകാമല്ലോ, ഇങ്ങനെ നീണ്ടു വിശാലമായിട്ട് കിടക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അമേരിക്കയിലോ കൊറിയയിലോ ജപ്പാനിലോ എവിടെ വേണമെങ്കിലും മരുമോന് പോകാമല്ലോ പറയാം. ഇതെന്താ നിഷ ഇങ്ങനെ പറയണേ? പെട്ടെന്ന് തന്നെ വിലാസിനോട്, കൂടുതൽ നിങ്ങൾ എന്നോടൊന്നും പറയണ്ട, അറിയാലോ, എന്നാലും ഈ ചതി ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു പറയണം. ചതി എന്ത് ചതി? എന്നാലും ഇത്ര ഇരുന്നിട്ട് എൻ്റെ ഭർത്താവിനോട് നിങ്ങൾ ഈ ചതി ചെയ്തേ ഒരിക്കലും ഞങ്ങൾക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. എൻ്റെ മോളുടെ ജീവിതം തകർത്ത് നിങ്ങൾ ഒറ്റ എഴുത്തിലാന്ന് പറയണം. ഞങ്ങളോ, ഞങ്ങൾ എന്ത് തെറ്റിയെന്നാ? ഈ സമയത്ത് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, നിഷ പറഞ്ഞു, അതെ ഒരു കാര്യം പറയണ്ട ആൻറ്റി, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ കൺമുന്നിൽ നിങ്ങളൊന്നും പെടല്ല, നിങ്ങളെ കാണുന്നതിന് ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. അതിന് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ എന്ന് പറയണം. തെറ്റോ ശരിയോ അതൊക്കെ പിന്നീട് എന്തായാലും വഴിയാ മനസ്സിലാവും, ഞങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടി എന്ന് വിലാസിനെ പറയാം. ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതെ മേഘന മോളെ ഞാൻ തള്ളിക്കളഞ്ഞു, ഒരു പക്ഷെ അവൾക്ക് സ്നേഹം കൊടുക്കുന്ന സമയത്ത് കൊടുത്തില്ല, പക്ഷെ അതിനുള്ള ശിക്ഷയായിരിക്കും ദൈവം എനിക്ക് തന്നെ. ഇപ്പം എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ, ഒരിക്കലും നിങ്ങൾ നന്നാൻ പോകുന്നില്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വെറുതെയാ, നിങ്ങളുടെ മേലെ എൻ്റെ ശാപം എന്തായാലും ഉണ്ടായിരിക്കും, എൻ്റെ മോളുടെ ജീവിതം തകർത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശാപവാക്കളും പറഞ്ഞിട്ട് അവരും കൂടെ പോവണം. ഒന്നും മനസ്സിലായില്ല ശാരിക്ക്. തേമ ഇപ്പം മനോഹറിനെ കുറിച്ച് താൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഓരോ ദിവസം ചെല്ലുന്തോറും തെളിവുകൾ ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താ സംഭവിക്കുന്ന പോലും ഒന്നും അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് ശാരി. പിന്നീട് സങ്കടത്തോടു കൂടിയിട്ടാണ് ശാരി വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് മനോഹർ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് മുറിയിലുണ്ടായിരുന്നു. ശാരി ഇങ്ങനെ വന്ന് നോക്കുവാണ്. ധീമേ ഇനി ഇവനിപ്പം താൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കില്ല, തന്നെ സരുവിനെ വഞ്ചിച്ച് കടന്നു കളയാനാണ് ഇവന്റെ ഭാവം. ഒന്ന് ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ വെറുതെ വിടത്തില്ല. അങ്ങനെ അങ്ങ് തിരിച്ച് താഴേക്ക് ഇരുമ്പത്തേനും രാഹുൽ അവിടെ നിൽക്കുന്നുണ്ടോ. രാഹുലിനെ കണ്ടത് ശാരി എന്നിട്ട് പറഞ്ഞു, ഞാനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ നിഷയുടെ അമ്മേനെ. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ ചതിച്ച് ചതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു പറയണം. ചതിയോ, എന്താ നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കും. അവരുടെ മോളുടെ ജീവൻ നശിപ്പിച്ച നിങ്ങളും കൂടെ ചേർന്നിട്ടാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടുണ്ടായി. ഇനിയിപ്പം മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? ശരി, നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ, നിങ്ങൾ മനസ്സിലായിട്ടും അഭിനയിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇതിനു മുമ്പും പല സത്യങ്ങളും നെഞ്ചിലിട്ട് നീട്ടിക്കൊണ്ട് നടന്നു. എനിക്കറിയാതെ എന്തൊക്കെയാന്നുള്ള കാര്യം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണമെന്ന് പറയണം. നീ എന്തൊക്കെയാ ശാരി പറയണേ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറയും. എന്തേലും കൊണ്ട് തെളിച്ചു പറ, ഞാൻ എന്നോട് തെറ്റും ചെയ്തിട്ടില്ലോ എന്ന് പറയണം. ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? ശരിക്കും ഒന്ന് ആലോചിക്കുക. ഇപ്പോഴത്തെ കാര്യമില്ല, കുറെ കാലം മുമ്പത്തെ കാര്യം. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നെഞ്ചി കൈവച്ച് എന്നോട് പറയാൻ പറ്റുമെന്ന് ചോദിക്കണം. ഇത് കണ്ടിട്ട് രാഹുൽ പറഞ്ഞു, ഇതേ ശാരി നിന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും എന്ന് പറയണം. എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, എന്റെ നെഞ്ചിലൊരു നെരിപ്പോടുണ്ടായിരുന്നു.
അത് ഞാൻ കണ്ടുപിടിച്ചു അതിന്റെ സത്യാവസ്ഥ എന്താന്ന്. വീണ്ടും അതുപോലെ തന്നെ ഒരു നെരിപ്പോട് കയറിയിട്ടുണ്ട്. അതെന്താന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ മിക്കവാറും നിങ്ങൾക്കല്ല ഭ്രാന്ത് പിടിക്കാൻ പോകുന്നത്, എനിക്കായിരിക്കും. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ ഈ വീട്ടിലുള്ളിൽ തീർക്കും. അറിയാതെ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒറ്റയോളം ജീവനോടെ രക്ഷപ്പെടില്ല എന്ന് പറയണം. പിന്നെ മരണം മാത്രമേ ജീവിതത്തിലുള്ളൂ, അത് ഞാൻ നടത്തുമെന്ന് പറയണം. ഇത് കേട്ടൻ രാഹുൽ വന്ന്, ശരി നീ ക്ഷേത്രത്തിൽ പോയിട്ട് ഇതൊക്കെയാണോ പറഞ്ഞത്? ക്ഷേത്രത്തിൽ പോയിട്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് കയറി പോവാണ്. ഒരു പക്ഷെ ഇവള് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അതായിരിക്കും ഇവള് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. അത് ആരായിരിക്കും പറഞ്ഞേ? അങ്ങനെയൊക്കെ ചിന്തയൊക്കെ രാഹുലിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് കാർത്തിക മുറിയിൽ ഇങ്ങനെ ലാപ്ടോപ്പിലൊക്കെ നോക്കി ജോലികൾ കണക്കുകളും കാര്യങ്ങളും നോക്കിയിരിക്കുന്ന സമയത്ത് പ്രകാശൻ അങ്ങോട്ട് വരുവാണ്. പ്രകാശം വന്നിട്ട് മോള് തിരക്കാണെന്ന് നിൽക്കും. അല്ലെങ്കിൽ കണക്കുകളും കാര്യങ്ങളൊക്കെ ചെന്നൈയിലെ കമ്പനിയുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു പറയണം. എൻ്റെ മോളെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതൊക്കെ അവനെ അങ്ങ് ഏൽപ്പിച്ചാൽ പോരെന്ന് ചോദിക്കുകയാണ് വിക്രത്തിന്. വേണ്ടച്ചാ, അതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിയട്ടെ, അതിനുശേഷം മതിയെന്ന് പറയണം. അല്ല മോളെ, കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് അച്ഛ ഇപ്പൊ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, കോടതി കേസ് നിൽക്കുമല്ലേ. അപ്പൊ അതിനൊക്കെ ശേഷം മതി അച്ഛ, എന്തെങ്കിലും തീരുമാനം എടുത്താൽ മതി. അല്ലെങ്കിൽ അറിയാലോ. അല്ല, നാളെ അല്ലേ കേസ് കോടതി വിളിക്കുന്നത് ചോദിക്കും അച്ഛൻ്റെ. അത് നാളെയാ മോളെ, നാളെ പോകണമെന്ന് പറയാം. അതെ അച്ഛാ, ഇനിയിപ്പോൾ അവർ വല്ല പ്രശ്നമായിട്ട് വരുമോയെന്ന് ചോദിക്കും. ആ ലക്ഷ്മിയമ്മേ, അതോടൊപ്പം തന്നെ അല്ല ലക്ഷ്മിയമ്മ അല്ല, ആ കിരണും കല്യാണിയൊക്കെ എന്ത് പ്രശ്നമായിട്ട് വരാനായിട്ട്? ഒരു പ്രശ്നമായിട്ട് വരത്തില്ല എന്ന് പറയണം. ഒരു പക്ഷെ പറയാൻ പറ്റില്ല, അച്ഛൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മി അങ്ങോട്ട് വന്നാലോ, അവരൊക്കെ വന്ന് വലിയ പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുക കിരൺ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞാൻ ചെയ്തോളാം. മോൾ ഇതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണം എന്നൊക്കെ കാർത്തിയോട് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.